നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. സ്തോത്രം. എനിക്കൊരു സാക്ഷ്യമുണ്ട്. കഴിഞ്ഞ ഒരു മാസം എനിക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്തിന് ശേഷം ദൈവം എനിക്ക് വലിയൊരു വിടുതൽ തന്നു. സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്കും സൗഖ്യം തരും. സ്തോത്രം. ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചർച്ചിൻ്റെ വാല്യൂസ്, മൂല്യങ്ങളെക്കുറിച്ചാണല്ലോ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് സാംസ്കാരികമായി പൊരുത്തപ്പെടുന്ന ദൗത്യം, കൾച്ചറലി റെലവൻറ്റ് മിഷൻ, സംസ്കാരവുമായി പൊരുത്തപ്പെടുന്ന ദൗത്യം. നമ്മളുടെ ഏറ്റവും സ്നേഹമുള്ളവർ മരിക്കുന്ന സമയത്ത് അവർ അവസാനമായി പറയുന്നത്, അല്ലെ, മരിക്കുവോ നമ്മളിൽ നിന്ന് ദൂരയിലൊക്കെ പോകുന്ന സമയത്ത് അവസാനമായി പറഞ്ഞത് എന്താണെന്ന് നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. അങ്ങനെ ഓർക്കാറുണ്ടോ? എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിലോട്ട് പോയി. പിന്നെ അമ്മ ജീവനോട് വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ ഹോസ്റ്റലിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് അമ്മയ്ക്ക് അസുഖമായത്. ഒരമ്മ അവസാനമായി എന്നോട് പറഞ്ഞത്, കാറേ കയറിക്കഴിഞ്ഞ് കാർ അടച്ച് ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കും. അമ്മ പറഞ്ഞു, മോളെ, എണ്ണ കാച്ചിക്കൊണ്ട് പോകാൻ, ഹോസ്റ്റലിൽ പോകുമ്പം എണ്ണ കാച്ചിക്കൊണ്ട് പോകാൻ മറക്കരുത്. അതാണ് അമ്മ അവസാനമായി ഒരു കൊച്ചുകുട്ടി ഹോസ്റ്റലിൽ പോകുമ്പോൾ, ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോകുമ്പോൾ പല കാര്യങ്ങൾ ക്രമീകരിക്കേണ്ട കൂട്ടത്തിൽ അമ്മ പറഞ്ഞു തന്നു വിട്ട ഒരു കാര്യമാണ്. ഇന്നും എണ്ണ തേക്കുമ്പം അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ മദറ് പിന്നെ വളരെ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജായി എന്ന് ഡോക്ടർ വന്ന് എന്നോട് പറയുകയാണ്. അന്നേരം മമ്മി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മമ്മി ചോദിച്ചു, നിങ്ങൾ കർത്താവിനെ സേവിക്കുമോ? മമ്മി എന്നോട് ചോദിക്കുകയാണ്. ഞാനന്ന് ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചർച്ചിൻ്റെ പാസ്റ്റർ, ഞങ്ങൾ ശുശ്രൂഷയിലാണ്. മമ്മി ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കർത്താവിനെ സേവിക്കുമോ? ഭയങ്കര ഒരു ചോദ്യമായിരുന്നു. എന്ത് മറുപടി പറയും? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും മമ്മി, ഞങ്ങൾ സേവിക്കും. ഞങ്ങളുടെ മക്കളും തലമുറകളും കർത്താവിനെ സേവിക്കും. സ്തോത്രം. എൻ്റെ ഫാദർ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒത്തിരിയൊന്നും സംസാരിക്കത്തില്ലായിരുന്നു ലാസ്റ്റ് ടൈമിൽ. എന്നാലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഏതോ ഒരു കാര്യം പറഞ്ഞിട്ട്, അത് മോശമായി, അത് മറ്റുള്ളവർ കേട്ടാൽ പഴിക്കുമല്ലോ എന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായില്ല, എൻ്റെ ഫാദറിന് അത് മനസ്സിലായി, കേട്ടെന്ന്. ഞങ്ങൾ വിചാരിച്ച അച്ചാച്ചൻ ഉറങ്ങുമായിരിക്കുമെന്ന്. അപ്പോൾ അച്ചാച്ചൻ ഞങ്ങളോട് പറഞ്ഞു, സാരമില്ല, ലോകം അങ്ങനെയൊക്കെ പറയും, സാരമില്ല. ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പം നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കാൻ, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ആൾക്കാർ. യേശു സ്വർഗത്തിലേക്ക് പോവുകയാണ്. യേശുവിനോടൊപ്പമുള്ളത് 11 ശിഷ്യന്മാരാണ്. യേശു ഇവിടെ രാജ്യത്വം സ്ഥാപിച്ച് ഭരിക്കും, പൊളിറ്റിക്കൽ ലീഡറാകും എന്നൊക്കെ അവരുടെ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹത്തിൻ്റെ മധ്യത്തിൽ അവരും ചിന്തിക്കുവാണ്, എന്തായിരിക്കും യേശു ഞങ്ങളോട് അവസാനമായി പറയുന്നത്. യേശു പറഞ്ഞു 1-2 കാര്യങ്ങൾ. മത്തായിയുടെ സുവിശേഷവും അപ്പോസ്തലപ്രവൃത്തിയും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ യേശു പറയുന്നു, എല്ലാ അധികാരവും ഞാൻ നിങ്ങൾക്ക് തരികയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും, നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കണം, അതിനു മുമ്പേ നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം, എൻ്റെ സാക്ഷികളാകണം, മറ്റുള്ളവരോട് നിങ്ങൾ കണ്ടതും നിങ്ങൾ കേട്ടതും നിങ്ങൾ അനുഭവിച്ചതും നിങ്ങൾ തൊട്ടതും, അതല്ലേ സാക്ഷി? കോടതിയിലൊക്കെ സാക്ഷി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം എന്തു ചെയ്യണം? മറ്റുള്ളവരോട് പറയണം. അവർ അതനുസരിച്ചു. യെരുശലേമിൽ കാത്തിരുന്നു. പരിശുദ്ധാത്മാവളുടെ മേൽ വന്നു. അവർ ശക്തി ലഭിച്ചു. എന്നിട്ട് അവരിരുന്ന സ്ഥലമാണ് യെരുശലേം, യഹൂദ, അപ്പുറം ശമരിയ. അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം അവരെന്ത് ചെയ്തു? യേശുവിൻ്റെ സാക്ഷിയായി തീർന്നു. സ്തോത്രം. ഇന്ന് ആരാണ് യേശുവിൻ്റെ സാക്ഷികൾ? യേശുവിനെ അനുഭവിക്കുന്നവർ, യേശുവിൻ്റെ വചനം കേട്ടവർ, യേശുവിൻ്റെ ശബ്ദം കേട്ടവർ. നമ്മളാണ് യേശുവിൻ്റെ സാക്ഷികൾ. യേശു പറഞ്ഞ ആ സുവിശേഷം
നമ്മളോടും പറയാനായിട്ട് ഒരു ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്കൂളിനൊരു ദൗത്യമുണ്ട്. എന്താണ് സ്കൂളിൻ്റെ ദൗത്യം? പല കാര്യങ്ങൾ സ്കൂളിൽ നടക്കും. എന്നാലും അവിടെ ആർട്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, ആഹാരം കഴിക്കാൻ സമയമുണ്ട്, ഇല്ലേ, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ അവസാനം കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? സ്പോർട്സ് ആക്ടിവിറ്റിക്കോ ആർട്സ് ആക്ടിവിറ്റിക്കോ ഒന്നും ചെയ്തില്ലെങ്കിൽ, നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തു ചെയ്യും? നമ്മളെ വിളിക്കും. അതിന് സ്കൂളിനൊരു ദൗത്യമുണ്ട്, ഹോസ്പിറ്റലിനൊരു ദൗത്യമുണ്ട്, ഇല്ലേ? അതേപോലെ ചർച്ചിനും ഒരു ദൗത്യമുണ്ട്. നമുക്കെല്ലാവർക്കും, യേശുവിന് ശിഷ്യരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണ്? യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത അതേ ദൗത്യം മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുക. എന്തു പറയും? നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതും നമ്മൾ അനുഭവിച്ചതും മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുക. സ്തോത്രം. അപ്പോൾ സ്കൂളാണെങ്കിൽ എന്ത് ചെയ്യണം? സ്കൂളിൻ്റെ ദൗത്യം ചെയ്യണം, ഇല്ലേ? ഹോസ്പിറ്റലാണെങ്കിൽ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ ദൗത്യം ചെയ്യണം. നമ്മൾ സഭ എന്ന് പേരുണ്ട്. സഭയാകണമെങ്കിൽ എന്ത് ചെയ്യണം? സഭയുടെ ദൗത്യം ചെയ്യണം. എന്താണ് സഭയുടെ ദൗത്യം? ആരാണ് സഭ? ബിൽഡിംഗ് ആണോ? അല്ല, നമ്മളാണ് സഭ. ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, പക്ഷെങ്കിൽ എൻ്റെ മേലേൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റുമോ? ചർച്ച ഒരു ക്ലബ്ബായെന്ന് പറയാം, ഇല്ലേ? നമ്മളെല്ലാവരും കൂടി സന്തോഷിക്കുന്നു, പിന്നെ ആഹാരം കഴിക്കുന്നു, ചായ കുടിക്കുന്നു, കാണുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു, പോകാം. അതല്ലേ ക്ലബ്ബുകളിൽ ചെയ്യുന്നത്. സഭയാണെങ്കിൽ സഭയുടെ ദൗത്യം ചെയ്യണം. ക്രിസ്ത്യാനിയാകണമെങ്കിൽ, ഒരു വ്യക്തി ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യണം. സ്തോത്രം. പ്രിയ ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ആരും ചെന്നാത്ത സ്ഥലങ്ങളിൽ അവർ കുടുംബമായി ക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യുന്നു. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, നാം താമസിച്ച ഈ സംസ്കാരത്തിലല്ല നമ്മളുടെ പ്രിയപ്പെട്ടവർ വലിയച്ഛന്മാരൊക്കെ താമസിച്ചത്. ആ സംസ്കാരം വ്യത്യസ്തമായിരുന്നു. ഇപ്പോഴത്തെ സംസ്കാരം വ്യത്യസ്തമാണ്. അപ്പോസ്തലന്മാർ സംസാരിച്ച ഭാഷയല്ല നമ്മൾ സംസാരിക്കുക. അപ്പോസ്തലന്മാർ താമസിച്ച സംസ്കാരത്തിലല്ല നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിന് മാറ്റമില്ല. സുവിശേഷം എന്താണ്? പാപികളെ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. പാപിയാണോ? അവർക്ക് രക്ഷയുണ്ട്. ആ രക്ഷ ആരിലൂടെയാണ്? ക്രിസ്തുവേശുവിലൂടെയാണ്. ഇതാണ് സിമ്പിൾ സുവിശേഷം. ഞാൻ പാപിയായിരുന്നു, ദൈവം എൻ്റെ പാപം ക്ഷമിച്ചു തന്നു. പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ സമാധാനമില്ലാത്ത വ്യക്തിയായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ സമാധാനം അനുഭവിക്കുന്നു. അതാണ് ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷ. സ്തോത്രം. നമുക്ക് വീട് കിട്ടും, മറ്റുള്ളവർക്കും വീട് കിട്ടും. നമുക്ക് കാറ് കിട്ടും, മറ്റുള്ളവർക്ക് കാറ് കിട്ടും, ഇല്ലേ? നമുക്കും സൗഖ്യം കിട്ടും, മറ്റുള്ളവർക്കും സൗഖ്യം കിട്ടും. പക്ഷെ സമാധാനം വേണമെങ്കിൽ എന്താണ്? നിത്യമായ സമാധാനം, ശാശ്വതമായ സമാധാനം വേണമെങ്കിൽ എന്താണ്? അത് ക്രിസ്തുവിലൂടെയാണ്. അതാണ് നമ്മുടെ സുവിശേഷം. ഞാൻ പാപിയായിരുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു, അത് ഞാൻ വിശ്വസിച്ചു, എൻ്റെ പാപം ക്ഷമിച്ചു തന്നു, എനിക്ക് സമാധാനമായി. സിമ്പിളായ സുവിശേഷം. നമ്മൾ എന്ത് ചെയ്യണം? കാലത്തിനനുസരിച്ച്, കാലത്തിലെ സംസ്കാരങ്ങൾക്കനുസരിച്ച് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നാം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും, അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ബൈബിളിൽ നമുക്ക് മാതൃകയായുള്ളത് ദൈവം തന്നെയാണ്. അതെങ്ങനെയാ ദൈവം മാതൃകയാകുന്നത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പക്ഷെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തു. ദൈവം എന്ത് ചെയ്തു? ഒരു മാലാഖയെ അയച്ചോ? മാലാഖയെ അയച്ചിട്ടുണ്ട് ദൈവം. പക്ഷെങ്കിൽ ആദാമിനെ തേടി ദൈവം എന്ത് ചെയ്തു? ആ പാപം ചെയ്തു എന്ന് മനസ്സിലായിട്ടും ആദാമിനെ തേടി ദൈവം എവിടെ എത്തി? ഏദൻ തോട്ടത്തിലെത്തി. എന്നിട്ട് ഏദൻ തോട്ടത്തിൽ ആദാമിനോട് ചോദിക്കുവാണ്, ആദാമേ നീ എവിടെയാണ്? നമ്മൾ ചോദിക്കത്തില്ലേ കുഞ്ഞുങ്ങളൊക്കെ പാത്തിരിക്കുമ്പം, മോളെ നീ എവിടാ? ഇല്ലേ? കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴേ കുസൃതിയൊക്കെ ചെയ്തിട്ട് നമ്മളും അതൊക്കെ ചെയ്തിട്ടുണ്ടില്ലേ? കട്ടിലിൻ്റെ അടി പാത്തിരിക്കും, മേശയുടെ അടി പാത്തിരിക്കും, മമ്മി കാണാതില്ലേ? അന്നേരം മമ്മി ഇങ്ങനെ വന്ന് ചോദിക്കും, എവിടാ മോളെ, നീ എവിടാ? അതുപോലെ ഒരപ്പൻ ഒരമ്മ കുഞ്ഞിനെ അന്വേഷിക്കുന്നത് പോലെ
സ്നേഹനിധിയായ സൃഷ്ടിതാവായ ദൈവം ആദാമിനെ അന്വേഷിച്ചു വന്നു. ആദാമേ, നീ എവിടെയാണ്? ബൈബിളിലെ ആദ്യത്തെ ചോദ്യമാണിത്. ആദാമേ, നീ എവിടെയാണ്? മനുഷ്യ, ആദം എന്ന് പറഞ്ഞാൽ മനുഷ്യ നീ എവിടെയാണ്? ഇന്നും ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെയാണ്? സ്തോത്രം. ആദാമിൻ്റെ മകൻ കയീൻ പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ കോപിച്ചു, ഇല്ലേ? സഹോദരനെ കൊല്ലുന്നതിന് മുമ്പേ മഹാകോപമുണ്ടായി. കോപിച്ചാൽ അവൻ സഹോദരനെ കൊലപ്പെടുത്തുമെന്ന് മനസ്സിലായ ദൈവം കയീൻ്റെ അടുത്തും വരികയാണ്. കയീനോട് ചോദിച്ചു, നീ എന്തിനാ കോപിച്ചിരിക്കുന്നത്? നന്മ ചെയ്താൽ ദൈവം നിന്നിൽ പ്രസാദിക്കത്തില്ലേ? കോപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ ജയിക്കണം. ഒരു ജ്യേഷ്ഠൻ അല്ലെ ഒരു പിതാവ് സദുദ്ദേശം പറഞ്ഞു കൊടുക്കുന്നത് പോലെ ദേഷ്യപ്പെട്ടിരിക്കുന്ന, കോപിച്ചിരിക്കുന്ന, സഹോദരനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകൻ്റെ അടുത്ത് അപ്പൻ വന്ന് പറയുന്നത് പോലെ പറയുകയാണ്, എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? നന്മ ചെയ്താൽ ദൈവത്തിൽ നിന്നോട് പ്രസാദം തോന്നുകയില്ലേ? പാപം നിൻ്റെ വാതുക്കൽ കിടക്കുകയാണ്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് കേട്ടോ, പക്ഷെ നീ അതിനെ ജയിക്കണം. ഇത് കാണുന്നത് എന്താണ്? കയീന് മനസ്സിലാകുന്ന ഭാഷയിൽ കയീൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് കയീന് കോപമുണ്ടെന്നും കോപത്തെ നീ ജയിക്കണമെന്നും അത് പാപമാണെന്നും ആ പാപം നിൻ്റെ ആഗ്രഹം നിന്നോടാണെന്നൊക്കെ കയീന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം തമ്പുരാൻ വന്ന് സംസാരിക്കുകയാണ്. ദൈവം തന്നെയാണ് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളോട് അനുബന്ധിച്ച് ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മുടെ മാതൃക. അതല്ലേ യേശു ചെയ്തത്? പാപം എല്ലാവരും പാപം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആകാശത്ത് നിന്ന് ഒരു ദൂതനെ അയച്ചാൽ നമ്മളെല്ലാവരും ഉടനെ ശ്രദ്ധിക്കും, ഇല്ലേ? ആകാശത്ത് എന്തെങ്കിലും ഒരു വലിയ സൈനൊക്കെ ഉണ്ടായാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും, അയ്യോ ശരിയാണ്, നമുക്ക് അങ്ങോട്ട് പോകണം. പക്ഷേ ദൂതന്മാർ വന്ന് പാടി, ആകാശത്ത് നക്ഷത്രമൊക്കെ കണ്ടു. പക്ഷേ വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ്റെ സുവിശേഷത്തെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ജഡമായി എന്ന് പറഞ്ഞാൽ ഈ സാധനം അല്ലേ? ഒരമ്മയുടെ ഉദരത്തിൽ വന്ന് യേശു ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അന്നത്തെ ആൾക്കാരുടെ ഭാഷ സംസാരിച്ചു, അന്നത്തെ ആൾക്കാരുടെ വസ്ത്രം ധരിച്ചു, അന്നത്തെ ആൾക്കാരുടെ ആഹാരം കഴിച്ചു, അന്നത്തെ ആൾക്കാരുടെ കൂടെ മുട്ടി ഉരുമി നടന്നു. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ ക്രിസ്തുവേശു ദൈവം മനുഷ്യരുടെ ഭാഷ സംസാരിച്ച്, മനുഷ്യരുടെ ആഹാരം കഴിച്ച്, മനുഷ്യരെ പോലെ ഈ ലോകത്തിൽ വന്നു. യേശു അന്ന് പറഞ്ഞ കഥകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ആട്ടിടേൻ്റെ കഥ, മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ, അങ്ങനെ ഒത്തിരി കഥകളുണ്ട് യേശു പറഞ്ഞത്. ആ കഥകളെല്ലാം അന്നത്തെ ആൾക്കാരുടെ തൊഴിലായിരുന്നു അതൊക്കെ. ഇന്ന് നമുക്ക് കേരളത്തിൽ വന്ന് മുന്തിരിത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളൊരു മുന്തിരിത്തോട്ടം കണ്ടിട്ടുള്ള വളരെ കുറവാണ്. പക്ഷെ അന്ന് ഏക്കറുകൾ കണക്കിൽ മുന്തിരിത്തോട്ടമാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ വെച്ച് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തു ചെയ്യും? അന്നുള്ള മനുഷ്യർക്ക് മനസ്സിലാകും. അതുകൊണ്ട് സ്വർഗത്തിലെ കാര്യം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ യേശു വന്ന് പറയുകയാണ്. ആട്ടിടേൻ്റെ കാര്യം, തോളിലേറ്റി കാണാതായ ആടിനെയും കൊണ്ട് വീട്ടിൽ വന്ന കാര്യം, അതൊക്കെ അന്ന് നടക്കുന്ന കാര്യങ്ങളായിരുന്നു. സ്തോത്രം. അപ്പോൾ നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ച്, നമ്മൾ ഇടപെടുന്ന ആൾക്കാർക്കനുസരിച്ച് സുവിശേഷം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കണമെന്ന്, പറഞ്ഞു കൊടുക്കണമെന്ന്, ദൈവസ്നേഹം പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മളെ കാണിച്ച് പഠിപ്പിച്ചത് ആരാണ്? ഞാനല്ല, നമ്മുടെ ഒരു പാസ്റ്ററുമല്ല, മറിച്ച് ദൈവം തന്നെയാണ്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. കൊട്ടാരത്തിൽ പാർത്തെന്നല്ല, അല്ലേ? പ്രൈം മിനിസ്റ്ററിൻ്റെ വീട്ടിൽ പാർത്തെന്നല്ല, നമ്മളുടെ ഇടയിൽ പാർത്തു. പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും മീനിൻ്റെ ബോട്ടിൽ കയറി
നിങ്ങൾ നീണ്ടകര വല്ലതും പോയിട്ടുണ്ടോ? ഇല്ലേ? നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. മീൻ നമുക്ക് കഴിക്കാൻ വലിയ സന്തോഷമാണ്, ക്ലീനാക്കി നമ്മൾ നല്ല രുചികരമായ ഫുഡ് ഉണ്ടാക്കും. പക്ഷേ അവരുടെ ബോട്ടിൽ കയറുക, അവരോടൊപ്പമായിരിക്കുക, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും പിന്നെയും അവരുടെ കൂടെ ഇരിക്കുക. മനുഷ്യരുടെ ഇടയിൽ യേശു പാർത്തു. മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്വർഗത്തിലെ സത്യങ്ങൾ, സ്വർഗത്തിലെ കാര്യങ്ങൾ, അനുഭവങ്ങൾ ദൈവം മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9 16 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ താൻ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് വിവരിച്ചു പറയുകയാണ്. ഒരിക്കലും ചിന്തിക്കരുത് ഏതെങ്കിലും സംസ്കാരം സുവിശേഷത്തിന് തടസ്സമാണെന്ന്. ഒരിക്കലും ഒരു സംസ്കാരവും സുവിശേഷത്തിന് തടസ്സമല്ല. ആരായിരുന്നു അപ്പോസ്തലനായ പൗലോസ്? വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. ധനികനായ മനുഷ്യനെന്ന് മാത്രമല്ല, വളരെ ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. അദ്ദേഹം അന്നത്തെ ഗമാലിയലുടെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവവചനം പഠിച്ചെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ PhD എന്നൊക്കെ പറയാം. പത്രോസിനും അന്ത്രയോസിനും ഒന്നും അങ്ങനെ അധികം വിദ്യാഭ്യാസമുള്ളവരല്ല. കണക്ക് കൂട്ടാനൊക്കെ അറിയാം ലേവിക്ക്, മത്തായിക്ക്. ബാക്കിയുള്ള ശിഷ്യന്മാർക്കെല്ലാം എന്താ അവരുടെ തൊഴിലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് അങ്ങനല്ല. അദ്ദേഹം വളരെ ജ്ഞാനിയായിരുന്നു, അദ്ദേഹം വളരെ ധനികനായിരുന്നു, വളരെ പവർ, അതോറിറ്റി ഉള്ള ആളായിരുന്നു. മഹാപുരോഹിതന്മാരുടെ പത്രം ഒക്കെ പോയി വാങ്ങിക്കാൻ തക്കവണ്ണം വളരെ അധികാരമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷെങ്കിൽ ദൈവം അവനെ പിടിച്ചു, സുവിശേഷം അവനെ രൂപാന്തരപ്പെടുത്തി. അദ്ദേഹം എന്ത് ചെയ്തു? പല രാജ്യങ്ങൾ സന്ദർശിച്ചു. എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ലോകമെങ്ങും പോകും സുവിശേഷവുമായി. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം കൊണ്ട് പല സാഹചര്യങ്ങൾ സഞ്ചരിച്ചു. 1 കൊരിന്ത്യർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അറിയാം. 2 കൊരിന്ത്യരൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പ്രയാസങ്ങൾ, കഷ്ടതകളിലൂടെ അപ്പോസ്തലനായ പൗലോസ് ഈ സുവിശേഷ നിമിത്തം കടന്നുപോയി. എങ്കിലും അദ്ദേഹം 9 16 മുതൽ എന്ന് വാക്യം വായിക്കാമോ? 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 9 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് വലിയതും സബലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. തിമോഥെയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കുവാൻ നോക്കുവിൻ. 1 കൊരിന്ത്യർ 9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഓക്കെ, 17 തൊട്ട് വായിക്കാമോ? ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വമല്ലെങ്കിലും കാര്യമെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിനുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ധനികനായ ജ്ഞാനിയായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. പക്ഷെങ്കിൽ ഞാൻ എല്ലാവർക്കും ദാസനാക്കി. എന്തിനു വേണ്ടി? അധികം പേരോട് കർത്താവിനെക്കുറിച്ച് പറയേണ്ടതിന് എല്ലാവർക്കും ദാസനാക്കി. എളുപ്പമുള്ള കാര്യമാണോ? എളുപ്പമുള്ള കാര്യമാണോ? നമ്മുടെ വീട്ടിൽ തന്നെ പാടായതില്ലേ? എല്ലാവർക്കും ദാസനാക്കി. വായിച്ചാട്ട് തുടർന്ന്. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിൽ കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഏത് വിധത്തിലും ഞാൻ വല്ലവരെയും രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. 23 വാക്യം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു.
അപ്പോസ്തലനായ പൗലോസിൻ്റെ മനോഭാവം മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി മനസ്സിലായോ? വല്ല വിധേനയും മറ്റുള്ളവരെ കർത്താവിങ്കലേക്ക് അടുപ്പിക്കണം. അതിന് ഞാൻ എല്ലാം സഹിക്കുന്നു, എല്ലാ രീതിയിലും ഞാൻ എല്ലാവർക്കും ദാസനാകുന്നു. സ്തോത്രം. വളരെ കഴിവുള്ള, വളരെ അധികാരമുള്ള, ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, യഹൂദനായ ഞാൻ യഹൂദന്മാരല്ലാത്തവർക്ക് ഞാൻ അവരെ പോലെയായി, യഹൂദന്മാർക്ക് ഞാൻ യഹൂദന്മാരെയായി പോലെയായി എന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ, അങ്ങനല്ല. അവരോട് സംസാരിക്കേണ്ട രീതിയിൽ, അവരോട് ഇടപെടേണ്ട രീതിയിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു ദാസൻ എന്ന നിലയിൽ സുവിശേഷ നിമിത്തം ഇതെല്ലാം ചെയ്യുന്നു. സുവിശേഷം നിമിത്തം ഇത് എല്ലാം ചെയ്യുന്നു. സുവിശേഷം ഒരിക്കലും അദ്ദേഹം വെള്ളം ചേർത്തില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സുവിശേഷം ഒരിക്കലും അദ്ദേഹം കൂട്ടിക്കളഞ്ഞില്ല. എന്നാൽ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയേണ്ടതിന്, കർത്താവിൻ്റെ താഴ്മ നരിപ്പാൻ, കർത്താവ് ദാസനായി ഈ ലോകത്തിൽ വന്നതുപോലെ അദ്ദേഹം എന്തു ചെയ്തു? ദാസനായി ഈ ലോകത്തിൽ ജീവിച്ചു. സുവിശേഷം നിമിത്തം എല്ലാം ചെയ്യുന്നു. സ്തോത്രം. അപ്പോൾ ഒരിക്കലും സംസ്കാരം സുവിശേഷത്തിന് തടസ്സമല്ല. നാം ഒരിക്കലും തടസ്സമാക്കി അത് കാണരുത്. അതുമാത്രമല്ല, നാം ഒരിക്കലും സംസ്കാരം കൊള്ളത്തില്ല എന്നും പറയരുത്. മറിച്ച് എല്ലാവർക്കും എല്ലാവരെയും നേടാൻ ഞാൻ മറ്റുള്ളവർക്ക് ദാസനായി തീരുന്നു. സ്തോത്രം. നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നതാണല്ലോ പ്രിയ കർത്താവിൻ്റെ ദാസി. അത് അവരോട് ചോദിച്ചാൽ മതി, അവരുടെ ഭവനം എങ്ങനെയാണ്, അവരുടെ ആഹാരം എങ്ങനെയാണ്, അവർ താമസിക്കുന്നത് എങ്ങനെയാണ്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, നിങ്ങൾ ചോദിച്ചാൽ മതി. അവിടെ നിന്ന് 3 കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരുന്നല്ലോ. അവരോട് ശുശ്രൂഷിക്കാൻ കേരളത്തിലെ മനോഭാവവും ജീവിതശൈലിയും പ്രതീക്ഷിച്ചിട്ട് അവിടെ പോയാൽ അത് നടക്കത്തില്ല. അവരുടെ ദാസനായി ശുശ്രൂഷിക്കാനൊരു മനോഭാവം, മനസ്സിലാകാത്ത ഭാഷയിൽ, അവർക്കൊരു പക്ഷേ നമ്മളെ മനസ്സിലായില്ലെങ്കിലും സുവിശേഷ നിമിത്തം ഞാനിതെല്ലാം ചെയ്യുന്നു. സ്തോത്രം. എൻ്റെ ഫാദർ മണക്കാലെ പഠിക്കാൻ വരുന്ന കുട്ടികളോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത് എന്നറിയാമോ? പഠിക്കാൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ, പക്ഷെങ്കിൽ സുവിശേഷ നിമിത്തമാണ്. സുവിശേഷ നിമിത്തമാണ് ഇവിടെ ആയിരിക്കുന്നത്. നമ്മളും ഇവിടെ ആയിരിക്കുന്നത് സുവിശേഷ നിമിത്തം. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം സുവിശേഷം നിമിത്തം. ഇവിടെ തൂത്തുവാരുന്നതോ, പാട്ട് പാടുന്നതോ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതോ, മറ്റുള്ളവരോട് ആശ്വാസം പറയുന്നതോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ, പ്രസംഗിക്കുന്നതോ, കസാര എടുത്തിടുന്നതോ എല്ലാം സുവിശേഷം നിമിത്തം. എല്ലാ വിധേനയും മറ്റുള്ളവരെ ക്രിസ്തുവിലോട്ട് ഒരു പടിയും കൂടെ അടുപ്പിക്കേണ്ടതിന് ഞാൻ സുവിശേഷ നിമിത്തം എല്ലാവർക്കും ദാസനാകും. സ്തോത്രം. മൂന്നാമതായി നമ്മൾ കാണേണ്ടത്, സുവിശേഷം ഒരിക്കലും ഒരു സംസ്കാരത്തെ മായ്ച്ചു കളയുന്നില്ല. സുവിശേഷം ഒരിക്കലും ഒരു സംസ്കാരത്തിൻ്റെയും അല്ല, മറിച്ച് സുവിശേഷം സംസ്കാരത്തെ വീണ്ടെടുക്കുന്നതാണ്. സുവിശേഷം സംസ്കാരത്തെ വീണ്ടെടുക്കുന്നതാണ്. നമ്മൾ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കാരങ്ങൾക്കും പാപമുള്ള പ്രവർത്തനങ്ങളുണ്ട്, ചിന്താഗതികളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം എത്ര പേരുണ്ട് പെട്രോൾ പമ്പിൽ നിൽക്കുന്നവർക്ക് കൈ കൊടുത്ത് സംസാരിക്കുമോ? നമ്മൾ സംസാരിക്കത്തില്ല. നമുക്കറിയാം, നമുക്ക് ചേരുന്ന ആൾക്കാരോടെ നമ്മൾ കൈ കൊടുക്കാറുള്ളൂ. ശരിയാണോ? അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ തെറ്റായ ഒരു ചിന്താഗതികളാണ്. ദൈവം എല്ലാവരെയും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. അദ്ദേഹം തൊഴിലുകൊണ്ട് പെട്രോൾ പമ്പിലായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം തൊഴിലുകൊണ്ട് മറ്റെന്തെങ്കിലും പണി ചെയ്യുന്നോ എന്ന് വിചാരിച്ച് ഒരുപക്ഷെ ഞാനും നാളെ ആ പണി ചെയ്തുകൂടാന്നൊന്നും ഇല്ലേ? അല്ലെങ്കിൽ എൻ്റെ തലമുറ 10 തലമുറ കഴിയുമ്പോൾ അവരെങ്ങനെയാണ് നമുക്കറിയുമോ? നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളിവിടെ ജീവിച്ചിട്ടുള്ളവരാണ്. ഒരു സമയത്ത് വളരെ പ്രതാപത്തോട് ജീവിച്ചവരൊക്കെ ഇന്ന് എന്ത് ചെയ്യുക എന്നൊക്കെ നമുക്കറിയാം. അന്നേരം നമ്മുടെ ആ സംസ്കാരം കർത്താവ് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സംസ്കാരത്തിൻ്റെ ആ ഒരു എലമെൻറ്റ്, മറ്റുള്ളവരെ താത്തിക്കാണുന്നത്, അല്ലേ?
എന്തോ പറഞ്ഞാലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മുടെ സംസ്കാരത്തിലുണ്ട്. എന്തെങ്കിലും ഒരു ദോഷം വന്ന് നമ്മൾ ചോദിക്കും, എന്ത് പാപമാണ് അദ്ദേഹം ചെയ്തത്. നമ്മൾ കർത്താവിനേക്കാൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. പാപം കൊണ്ടൊന്നും അല്ല എല്ലാവർക്കും രോഗങ്ങളും പ്രയാസങ്ങളും വരുന്നത്, മറിച്ച് കർത്താവിൻ്റെ ക്രിയ നമ്മളിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള തെറ്റായ ചിന്തകൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കർത്താവ് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇതൊക്കെ കർത്താവ് പറയും, ഇതൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. കർത്താവ് സംസ്കാരങ്ങളെ എല്ലാം നീക്കിക്കളയുന്നെങ്കിൽ നമ്മൾ ഈ വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 7:9 സ്വർഗത്തിൽ ചെന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. സ്വർഗത്തിൽ ചെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് 9 വാക്യത്തിൽ പറയുന്നത്. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളും ഉള്ളതായി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ യോഹന്നാൻ ദർശനത്തിൽ സ്വർഗത്തെക്കുറിച്ച് കാണുകയാണ്. അതിൽ അദ്ദേഹത്തിന് കണ്ടാൽ മനസ്സിലാവും പല ജാതിയാണെന്നും പല ഗോത്രമാണെന്നും പല വംശമാണെന്നും പല ഭാഷയിലാണെന്നും അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടുന്ന് നോക്കിയപ്പോൾ മനസ്സിലായി. യഹൂദന്മാരുടെ ലിസ്റ്റ് കുറേ മുമ്പിൽ കൊടുത്തിട്ടാണ് പിന്നെ പറയുന്നത് 1000 ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒരിക്കലും ഒരു സംസ്കാരത്തിനും തടസ്സമല്ല, മറിച്ച് അതിൽ ദൈവഹിതമില്ലാത്ത എലമെൻറ്റ്സിനെ ദൈവം എന്ത് ചെയ്യും, അത് വീണ്ടെടുത്ത് രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന രീതിയിൽ ദൈവം സംസ്കാരങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള നമ്മുടെ സംസ്കാരം ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ വീട്ടിലെ സംസ്കാരം ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ സംസാരം ഒന്ന് ഓർത്ത്. അതെല്ലാം ഒരു കൾച്ചറാണ്. നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ പ്രവർത്തന രീതികൾ എന്താണ് എല്ലാം ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്നാൽ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത് തെറ്റാണ്, ഇത് തെറ്റാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് 1-2 പ്രാവശ്യം സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് താഴ്ന്നു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ മാറ്റിയെടുക്കും. സ്തോത്രം. നമ്മളെല്ലാം ഉറക്കെ സംസാരിക്കുന്ന എത്ര പേരുണ്ടായിരുന്നു, എന്തോ പറഞ്ഞാലും ഉറക്കെ സംസാരിക്കുന്ന നമ്മൾ ആൾക്കാരില്ലായിരുന്നോ? അതെൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അതെല്ലാം മാറ്റിയെടുത്ത കർത്താവ്. ഇപ്പോൾ പതുക്കെ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡോട്ട് കേൾക്കാനും വയ്യ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അവർ സുവിശേഷം എഴുതുന്നതുണ്ടല്ലോ, 4 സുവിശേഷങ്ങളുണ്ട്. അതാദ്യം വായിച്ചത് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള വ്യക്തികളായിരുന്നു. മത്തായി എഴുതുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്, മർക്കോസ് എഴുതുന്നത് റോമയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്, ലൂക്കോസ് എഴുതുന്നത് ജാതികളായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്, യോഹന്നാൻ എഴുതുന്നത് ഒരു വലിയൊരു സമൂഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും വായിക്കുമ്പോൾ സുവിശേഷമാണ് പറയുന്നതെങ്കിലും യേശുവിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും വ്യത്യസ്തമായി നമ്മൾ തോന്നാനുള്ള കാര്യം മനസ്സിലായോ? അപ്പോൾ ദൈവം ഒരിക്കലും സംസ്കാരത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് ദൈവഹിതമില്ലാത്ത എലമെൻറ്റ്സ് സംസ്കാരങ്ങളുള്ളത് ദൈവം എന്തു ചെയ്യും, അത് രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മഹത്വമാക്കും. വെളിപ്പാട് പുസ്തകം 21 പുതിയ ജെറുസലേമിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോഴുണ്ടല്ലോ, അതിനകത്തും ഇതേപോലെ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 21 23 24 ഒന്ന് വായിക്കാമോ? നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കായിരുന്നു. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. ഭൂമിയിലെ രാജാവെന്നല്ല രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അധികാരത്തിലുള്ള രാജാക്കന്മാരുടെ മഹത്വം എവിടോട്ട് കൊണ്ടുവരും? പുതിയ ജെറുസലേമിൽ കൊണ്ടുവരുമെന്ന്. പുതിയ ഭൂമിയിൽ, പുതിയ ആകാശം, പുതിയ ഭൂമി, ദൈവമുണ്ടാക്കുന്ന പുതിയതിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ സംസ്കാരം നല്ലതാണ്, ഈ സംസ്കാരം കൊള്ളത്തില്ല, അങ്ങനെ പറഞ്ഞ സുവിശേഷത്തിന് തടസ്സമായി നാം നിൽക്കരുത്. മറിച്ച് ആ സംസ്കാരത്തിനനുസരിച്ച് സുവിശേഷത്തിന് ഡൈല്യൂട്ടാക്കാതെ, വെള്ളം ചേർക്കാതെ, അവരുടെ ഭാഷയിൽ അവരുടെ രീതിയിൽ അവരോട് കർത്താവിനെക്കുറിച്ച് പറയുക. സ്തോത്രം. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഈ സംസ്കാരമാണ് നല്ലത്, ആ സംസ്കാരമാണ് നല്ലത്. എല്ലാ സംസ്കാരത്തിലും നല്ലതുമുണ്ട്, മോശമായ കാര്യങ്ങളുമുണ്ട്. അതിൽ നല്ലത് നാം സ്വീകരിക്കുക, തെറ്റായത് എന്ത് ചെയ്യുക, ദൈവം അതിൽ പരിവർത്തനം കൊണ്ടുവരുവാൻ വേണ്ടി ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുക. അതുകൊണ്ട് നാം ഇന്ന് ചർച്ചയായി കൂടിയിരിക്കുമ്പോൾ മറ്റു
പല ഭവനങ്ങളിൽ പല സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നവരെ മാറ്റി നിർത്താനല്ല, മറിച്ച് സ്വർഗരാജ്യത്തിൽ ഞാൻ ചെല്ലുമ്പോൾ പല ഭാഷയിൽ, പല ഗോത്രത്തിൽ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് ആരാധിക്കും. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ, നമ്മളെക്കാൾ വ്യത്യസ്തമായവരെ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സിന് ഒരു വലിയ വിശാലത. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, സുവിശേഷ നിമിത്തം ഞാനത് ചെയ്യാം. എൻ്റെ നിമിത്തമാണ് ഞാൻ ചെയ്യത്തില്ല, പൈസ കൊടുത്താലും ഞാൻ കിട്ടിയാലും ഞാൻ ചെയ്യത്തില്ല, പക്ഷെ സുവിശേഷ നിമിത്തം ഞാനത് ചെയ്യും. സ്തോത്രം. മദർ തെരേസയോട് ഇങ്ങനെ കാലുകൾ, വ്രണമുള്ള കാലുകളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പം ഒരാൾ ചോദിച്ചു, എത്ര പൈസ, എനിക്ക് തോന്നുന്നു അങ്ങനെ, എത്ര പൈസ കിട്ടിയാലാ ചെയ്യുക? അദ്ദേഹം പൈസയ്ക്കല്ല ചെയ്യുന്നത്, ക്രിസ്തു നിമിത്തം, ദൈവനിമിത്തം. സ്തോത്രം. നമുക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം, കർത്താവേ എനിക്ക് അങ്ങിൽ വളരണം. എൻ്റെ പ്രാർത്ഥന, നമുക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലേ? എൻ്റെ മക്കൾക്ക് നല്ല ജോലി വേണം, എനിക്ക് എല്ലാം നല്ല നമ്മുടേതായ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. എന്നാൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് ചിന്തിക്കാമോ, കർത്താവേ അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ദൗത്യത്തിൽ ഒരു പങ്കുണ്ടായാൻ എന്നെ ഉപയോഗിക്കണമേ. ഒരാഗ്രഹം, കർത്താവേ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ചൊന്ന് പറയാൻ, മറ്റുള്ളവരോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ, എൻ്റെ വീട്ടിലത് തുടങ്ങാൻ, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, ഞാൻ പഠിക്കുന്നിടത്ത്, എൻ്റെ സഭയിൽ അത് തുടങ്ങാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ഒരാഗ്രഹം, ഒരു പ്രാർത്ഥന ഉണ്ടാകാമോ? സ്തോത്രം. നമ്മുടെ ചർച്ചിൽ പലരും ഒരു 21 ദിവസം ഉപവസിക്കുകയാണ്, പാർഷ്യലായിട്ടൊക്കെ. ഇതിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞാനിന്ന് ചോദിച്ചു വാങ്ങിച്ചു. ഇവിടെ ഇരിക്കുന്ന ഒരു ആൻറ്റി എന്നോട് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ഈ സൈഡിലിരിക്കുന്ന ആൻറ്റിമാരിൽ ഏറ്റവും പ്രായമുള്ള ആൻറ്റി അദ്ദേഹമായിരിക്കും, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിക്കിങ്ങനെയാണ് എനിക്ക് എഴുതി തന്നത്, I just want to be a vessel for God till the end of my days and the strength to carry me through until His purpose for me is fulfilled. ഞാനിത് വായിച്ചിട്ട് ഇന്ന് രാവിലെയും ഞാൻ കരഞ്ഞു. ഒത്തിരി ആവശ്യങ്ങളുണ്ട്, പക്ഷെ പറയുകയാണ്, കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ഒരു പാത്രമായി എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്നെക്കുറിച്ചുള്ള ദൗത്യം എന്നിൽ പൂർത്തീകരിക്കാൻ എനിക്ക് ബലം തരണമേ. സ്തോത്രം. നമുക്ക് കർത്താവിനെക്കുറിച്ചുള്ള, കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള, സുവിശേഷത്തെക്കുറിച്ചുള്ള കൊച്ചു കൊച്ചാഗ്രഹം എന്താണ്? സ്തോത്രം. വി നീഡ് ടു ഷെയർ ക്രൈസ്റ്റ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയണം, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ ജീവിതശൈലികളിലൂടെ. സ്തോത്രം. ഇന്നലെ സംസാരിക്കാൻ വന്ന ദേവദാസി പറഞ്ഞല്ലോ, അവളുടെ മകളുടെ കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ അറിയത്തില്ല, പക്ഷേ കെസിയയുടെ യേശുവിനെ അറിയാമെന്ന്. കൂടെ പഠിച്ച കുട്ടികൾ പറയുവാണ്, ഞങ്ങൾക്ക് യേശുവിനെ അറിയത്തില്ല, പക്ഷെങ്കിൽ കെസിയയുടെ യേശുവിനെ അറിയാം. ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ളവരൊരിക്കലും ഈ ബൈബിൾ വായിക്കത്തില്ലായിരിക്കാം, അവർ ആകെക്കൂടെ വായിക്കുന്ന ബൈബിൾ നമ്മുടെ ജീവിതമായിരിക്കാം. അത് വായിക്കുമ്പോൾ അവളുടെ യേശുവിനെ എനിക്ക് വേണം, അവളുടെ ദൈവത്തെ എനിക്ക് സേവിക്കണം. സ്തോത്രം. നമ്മൾ ചർച്ചായിട്ടും ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയാകണം, എൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ സാക്ഷിയാകണം, എൻ്റെ ചുറ്റുപാടുമുള്ളിടത്ത് കർത്താവിൻ്റെ സാക്ഷിയാകണം. കർത്താവ് എന്നെ ലോകത്തിൻ്റെ അന്ത്യം വരെ അയച്ചാലും അത് നിൻ്റെ ഹിതമാണെങ്കിൽ കർത്താവേ അതിനും ഞാൻ റെഡിയാണ്, അതിനും ഞാൻ റെഡിയാണ്. സ്തോത്രം. നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമ്മുടെ വീടും നാടും എല്ലാം വലിയ ഇഷ്ടമല്ലേ? നമ്മുടെ പാത്രങ്ങളും നമ്മുടെ സ്പൂണും എല്ലാം നമുക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. അതൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ നമുക്കെന്താണ്, ഇച്ചിരി പ്രയാസമാണ്. പ്രത്യേകിച്ച് കുറച്ച് നാൾ താമസിച്ച് കഴിയുമ്പം അതിനേക്കാളും പാടാണ്. പക്ഷേ കർത്താവ് പറയും, ഇട്ടിട്ട് പോകാൻ പറയാം, കർത്താവേ അങ്ങ് ഇങ്ങോട്ട് വന്നില്ലേ, ഞാനും പൊക്കോളാം. ദൈവം എന്നെ ആക്കുന്നിടത്ത് അങ്ങയുടെ ഒരു വെസലായി, അങ്ങയുടെ ഒരു പാത്രമായി, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എത്ര നാൾ കാണും നമുക്ക് ജീവിതം നമുക്കറിയില്ല, എന്നാലും കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ അങ്ങയെപ്പോലെ ചെയ്യാൻ, വചനത്തിനനുസരിച്ച് ചെയ്യാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ കൈകളെ ദൈവസന്നിധി സമർപ്പിച്ചേ, നമ്മുടെ കാലുകളെ ദൈവസന്നിധി സമർപ്പിച്ച്, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി സമർപ്പിച്ച്, നമ്മുടെ ചെവികളെ ദൈവസന്നിധി സമർപ്പിച്ച് ദൈവത്തോട് പറയാമോ, കർത്താവേ അങ്ങ് ആദാമിനെ അന്വേഷിച്ച് വന്നെങ്കിൽ, കായീനെ അന്വേഷിച്ച് വന്നെങ്കിൽ, എന്നെ അന്വേഷിച്ച് വന്നെങ്കിൽ, ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും മറ്റുള്ളവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ സൗഖ്യത്തിനായി,
ശാരീരിക സൗഖ്യത്തിനായി, മാനസിക സൗഖ്യത്തിനായി. സ്തോത്രം. ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയാമോ? നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പലരും ആരോടെന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിക്കുന്നവർ കാണാം. പക്ഷെങ്കിൽ നമ്മളോട് കർത്താവ് പറയട്ടെ, ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ, ഇന്ന വ്യക്തി ദുഃഖത്തിലായിരിക്കുന്നു, ഇന്ന വ്യക്തി കഷ്ടതയിലായിരിക്കുന്നു, അവർക്ക് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ. സ്തോത്രം. കൃപ തരണമേ എന്ന് കർത്താവിനോട് പറയാമോ? നമ്മുടെ കൈകളെ ദൈവസന്നിധിയിലോട്ടൊന്ന് കൊടുക്കാമോ? സ്തോത്രം. ഞാനിതാ എന്ന് കർത്താവിനോട് പറഞ്ഞ, ഞാനിതാ. അങ്ങയുടെ അണിപ്പഴുതുള്ള കരം എൻ്റെ കയ്യിലോട്ടൊന്ന് വെക്കണമേ എന്ന് പറയാം. കം ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ ഇഷ്ടങ്ങളുണ്ട് കർത്താവേ, ഞങ്ങൾക്ക് ഇഷ്ടക്കേടുകളുണ്ട്, ഞങ്ങളുടെ താല്പര്യങ്ങളുണ്ട് കർത്താവേ. എങ്കിലും ഞങ്ങളെ ഓർത്ത് സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്ന യേശുവിൻ്റെ താല്പര്യം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. എന്ന് പറയാമോ? കർത്താവേ, ഈ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലർ സൗഖ്യമാകട്ടെ കർത്താവേ. വാതുറന്ന് സംസാരിക്കുമ്പോൾ ചിലരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ, ഭൂതങ്ങൾ മാറിപ്പോകാൻ, അവരുടെ ഭവനത്തിൽ സമാധാനമുണ്ടാകാൻ, ആത്മഹത്യ വിട്ടുമാറുവാൻ. സ്തോത്രം. സമാധാനമില്ലാത്ത ഭവനങ്ങളിൽ സമാധാനമുണ്ടാകാൻ, സന്തോഷമുണ്ടാകാൻ, എൻ്റെ വീട് വിട്ടൊന്ന് ഇറങ്ങാൻ. സ്തോത്രം. എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാമോ? കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം കൈ ഉയർത്തി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? പ്രായം വിഷയമല്ല, സ്തോത്രം. ആരോഗ്യം വിഷയമല്ല, ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ആരും കണ്ണു തുറന്ന് നോക്കണ്ട. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധാത്മാവേ, അന്ന് അപ്പോസ്തല പ്രവൃത്തി 1-8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഇന്നത് ഏറ്റെടുക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വരണമേ കർത്താവേ. സ്തോത്രം. അന്യഭാഷകളിൽ സംസാരിക്കാൻ കർത്താവേ. സ്തോത്രം. പല വരങ്ങൾ, രോഗശാന്തി, ഭൂതശാന്തി, പ്രവചനം, ദർശനം, വെളിപ്പാടുകൾ, സ്തോത്രം, വിവേചനത്തിൻ്റെ വരം, അങ്ങനെ പല വരങ്ങളുണ്ടല്ലോ കർത്താവ്. അത് ഞങ്ങൾ സ്വീകരിക്കുന്നപ്പ, അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. സ്തോത്രം. സ്തോത്രം കർത്താവേ. അങ്ങയ്ക്ക് വേണ്ടി സാക്ഷിയാക്കാൻ, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും മറ്റുള്ളവരോട് പറയാൻ, ഞങ്ങളുടെ സാന്നിധ്യം തന്നെ, നിങ്ങൾ പ്രാർത്ഥിക്കാമോ കർത്താവേ? ഞങ്ങളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്താൻ. സ്തോത്രം. ഞങ്ങളുടെ നോട്ടം പോലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, ഞങ്ങളുടെ സ്പർശനം മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയിലേക്ക് നയിക്കാൻ കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ ഭവനത്തിലെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച കർത്താവെ, ഈ ശുശ്രൂഷ ഈ ആഴ്ചയിൽ എൻ്റെ ഭവനത്തിൽ തന്നെ ഞാൻ ആരംഭിക്കും. പറയാമോ? ഈ ആഴ്ചയിൽ ഈ ശുശ്രൂഷ എൻ്റെ ഭവനത്തിൽ തന്നെ ഞാൻ ആരംഭിക്കും. ഞാൻ ജോലി സ്ഥലങ്ങളിൽ, ഞാൻ ആയിരിക്കുന്ന ക്ലാസ് മുറികളിൽ ഞാൻ ആരംഭിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സ്തോത്രം. മീൻപിടുത്തക്കാരനെ അപ്പോസ്തലനാക്കിയ ദൈവമേ, ആട്ടിടയനെ രാജാവാക്കിയ ദൈവമേ, വിധവയായ കർത്താവേ റൂത്തിനെ ബോവസിൻ്റെ വയലിൽ അയച്ച ദൈവമേ, ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ കഴിവുകേടുകൾ ഒരു തടസ്സമല്ല അങ്ങയ്ക്ക്. ഞങ്ങളുടെ ഇല്ലായ്മകൾ ഒരു തടസ്സമല്ല അങ്ങയ്ക്ക്. ഞങ്ങളുടെ വിദ്യാഭ്യാസമില്ലായ്മ, വിദ്യാഭ്യാസം ഒന്നും അങ്ങയ്ക്ക് തടസ്സമല്ലല്ലോ. അങ്ങയുടെ വേലയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, അങ്ങയുടെ വേലയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ. സ്തോത്രം. ഞങ്ങൾ അന്ന് കർത്താവിന് മുമ്പ് നിൽക്കുമ്പോൾ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് സന്തോഷത്തോടെ പറയുവാൻ ദൈവരങ്ങൾ എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇടിക്കേണ്ടത് നന്ദിയപ്പ, യേശു നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.